Good evening, all. So, ഇന്നത്തെ ടോപ്പിക് നമുക്ക് റിപ്പോർട്ട്സ് ആണ്. ERP-ന് നമ്മൾ എടുക്കുന്ന റിപ്പോർട്ട്സ് ആണ്. എന്റെ സൗണ്ട് കേൾക്കുന്നില്ല, സ്ക്രീൻ മാറുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സോ ERP-ൽ നമുക്ക് മെയിൻലി 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. പ്രൊജക്ട്സിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട്, അതിന്റെ തന്നെ ഇൻവെന്ററി റിപ്പോർട്ട്സ്. ഇൻവെന്ററി എന്ന് സൂചിപ്പിക്കുന്നത് മെയിൻലി റിസോഴ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. പിന്നെ വരുന്നത് HR റിപ്പോർട്ട്സ്, അക്കൗണ്ട്സിന്റെ റിപ്പോർട്ട്സ്, അതുപോലെ അനലിറ്റിക്കൽ റിപ്പോർട്ട്സ്. HR അക്കൗണ്ട്സ് അനലിറ്റിക്കൽ അത് ഓരോ ERP-യുടെ വേരിയിങ് ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ പ്രൊജക്ട് റിപ്പോർട്ട്സിലാണ് നിങ്ങൾക്ക് PM സൈഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം കാണുന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഡെയിലി കൺസ്ട്രക്ഷൻ റിപ്പോർട്ട്. അതായത് അന്ന് സൈറ്റിൽ എന്ത് വർക്ക് കംപ്ലീറ്റ് ആയി, എന്തോരം റിസോഴ്സസ് ഇൻവോൾവ് ആണ്. അത് മെന്നാവാം, മെറ്റീരിയൽ ആവാം, മെഷീനറി ആവാം, എന്ത് രീതിയിലുള്ള റിസോഴ്സ് ആയാലും അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. സോ യൂഷ്വലി റിപ്പോർട്ട്സ് സൈറ്റിൽ എഞ്ചിനീയറിംഗിലോ ബുക്കിലോ എന്തിനും എഴുതി വെക്കുക പതിവ്. അതിന് പകരം ഇതിന്റെ റെക്കോർഡ് നമ്മൾ ERP കീപ്പ് ചെയ്യണം. പണ്ട് നമ്മൾ ഡയറിയിൽ എഴുതി വെക്കുന്നതിന് പകരം ഇപ്പൊ ഫോണിൽ നിങ്ങൾ എന്താ പറയാ റിമൈൻഡേഴ്സ് വെക്കാം. സെയിം വേ ഡിഫറെന്റ് പണ്ടത്തെ ഒരു പ്രാക്ടീസിൽ നിന്നും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സൈറ്റിൽ നിൽക്കുന്ന എഞ്ചിനീയറിന് ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ, എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് എക്സ്ബിൽഡിന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ ഓപ്പൺ ചെയ്താലും നിങ്ങളുടെ പ്രൊജക്റ്റിൽ ചെയ്യേണ്ട മെയിൻ എൻട്രീസ് മാത്രമേ കാണിക്കത്തുള്ളൂ. ERP ആസ് എ ഹോൾ കാണിക്കത്തില്ല. ഒരു മൊബൈൽ ഫ്രണ്ട്ലി വ്യൂവും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ എൻട്രീസ് ആണോ അന്ന് ആ പ്രൊജക്റ്റിൽ ചെയ്യാനുള്ളത് അത് മാത്രം കാണിക്കുകയുള്ളൂ. സോ ഇപ്പൊ ഇത് എല്ലാം ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്ട്സ്, അതുകൊണ്ടാണ് ഇതെല്ലാം എന്റെ ലിസ്റ്റിൽ കാണിക്കുന്നത്. യൂഷ്വലി 1 or 2 പ്രൊജക്ട്സിലായിരിക്കും, അല്ലെങ്കിൽ 1 പ്രൊജക്റ്റിലൊക്കെ ആയിരിക്കും, സിംഗിൾ പ്രൊജക്റ്റിലായിരിക്കും ആ ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് മാത്രമേ അയാൾക്ക് കാണിക്കുകയുള്ളൂ. സോ ആ പ്രൊജക്റ്റിന്റെ അന്നത്തെ ഇതെടുക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, നമ്മള് ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു, ഇതായിരിക്കും ആ സൈറ്റ് എഞ്ചിനീയർ വരുന്ന പേജ്. ആദ്യമേ തന്നെ അന്നുള്ള ടാസ്ക് വർക്ക് ചെയ്യുന്ന അന്ന് നടക്കേണ്ട ടാസ്കുകൾ ഓൺഗോയിങ് ആവാം, ഹോൾഡ് ആവാം, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആവുന്ന ടാസ്കുകളായിരിക്കും ലിസ്റ്റ് ഡൗൺ ചെയ്ത് കാണിക്കും. അപ്പോൾ ആ ടാസ്ക് ഏത് പ്രൊജക്റ്റ് ആണ്, ഏത് ലെവലാണ്, ടാസ്ക് എന്താണ്, അതിന് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്, എന്തോരം വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു, ഇന്നലെ വരേക്കും എന്തോരം വർക്ക് കംപ്ലീറ്റ് ആയിരുന്നായിരിക്കും കാണിക്കുന്നത്. ഇതിപ്പോ ഒരു പഴയ പ്രൊജക്റ്റ് ആണ്, ആക്ച്വലി യൂസ്ഡ് പ്രൊജക്റ്റ് അല്ല, ഇത് ടെസ്റ്റിന് വേണ്ടി ചെയ്തേക്കുന്ന പ്രൊജക്റ്റാണ്. ഇത് ഇൻഫിനിറ്റ് ഡിലേ കാണിക്കുന്നത് പണ്ടെങ്ങാനോ ചെയ്ത് വെച്ചേക്കുന്ന 1-2 കൊല്ലം മുന്നേ ചെയ്തേക്കുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ്. ഇതില് ഫസ്റ്റ് എൻട്രി, ഡിലേ എൻട്രി ആണ് ആദ്യത്തെ ഓപ്ഷൻ. നമ്മൾക്കിപ്പോ സൈറ്റിൽ അന്ന് പണി മുടങ്ങി, അപ്പൊ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ആര് കാരണം മുടങ്ങി എന്നുള്ളത് ആദ്യം എടുക്കുക. അന്ന് ഭയങ്കര മഴയായിരുന്നു, സൈറ്റിലെ തട്ടിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല. സോ അവർക്ക് അവിടെ ഒരിടത്ത് നിന്ന് കയറി നിന്ന് പണിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. സൈറ്റ് മുഴുവൻ ചെളി പിടിച്ച് കിടക്കുവാണ്, അപ്പൊ വർക്ക് നടന്നില്ല. അൺഫോർസീൻ റീസൺ, ഡിലേ, നമ്പർ ഓഫ് ഡേയ്സ്, അത് ഓട്ടോമാറ്റിക് വരും. കാരണം ടാസ്ക് അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തതിന് അക്കോർഡിംഗ് നമ്പർ ഓഫ് ഡേയ്സ് വരും. അതല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. കോസ് ഓഫ് ഡിലേ, ഹെവി റെയിൻഫോൾ. ഈ കോസ് ഓഫ് ഡിലേയും അതിന് എന്ത് ആക്ഷൻ സജസ്റ്റ് ചെയ്യുന്നു? കണ്ടിന്യൂ വർക്ക് വിത്ത് അഡീഷണൽ ലേബർ ഫോഴ്സ് നെക്സ്റ്റ് ഡേ. അപ്പൊ ഇന്നത്തെ വർക്കും കൂടി നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അങ്ങ് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്കില് ആ ഇൻഫിനിറ്റ് ഡിലേ അല്ലെങ്കിൽ ആ ഡിലേയുടെ റിപ്പോർട്ട് ചെന്നു. അപ്പൊ ആ പ്രൊജക്റ്റില് DCR എടുക്കുമ്പോഴത്തേക്കും ഈ ഡിലേ എൻട്രി കാണിക്കും. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് എൻട്രി വരുന്ന എംബുക്ക്. എംബുക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ബുക്ക്, ഷോർട്ട് ഫോം ആണ് എംബുക്ക്. അതായത് അന്ന് കൺസ്യൂം ചെയ്ത മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി. അന്നത്തെ വർക്ക് എന്താണ്? ഇപ്പൊ പൈലന്റ് ഫൗണ്ടേഷന്റെ റീബാർ വർക്കാണ്, എത്ര റീബാർ കേജ് ചെയ്തു എന്നായിരിക്കും ചോദിക്കുന്നത്.
ഒരു 3-4 റീബാർക്കേജ് എന്ന് ചെയ്യുന്നത് വിചാരിക്കുക. അത് ലെങ്ത് 50 meters, വിഡ്ത്ത് ഇസ് നോട്ട് ആപ്ലിക്കബിൾ, ലെങ്ത് മാത്രമാണ് നമ്മൾ എടുക്കുക. സ്റ്റീലിന്റെ ഡയ നമ്മൾ എത്ര 50 പീസസ് ഓഫ് ബാർ എടുത്തു, എല്ലാം 20 ഡയ ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് നേരെ സേവ് ചെയ്താൽ അന്നത്തെ ക്വാണ്ടിറ്റി സേവ് ആകും. ഓക്കെ, അതോടെ നമ്മളുടെ അന്നത്തെ എംബുക്ക് എൻട്രി കഴിയും. പിന്നെ QC, ആ ഒരു പർട്ടിക്കുലർ ടാസ്കിന് അസോസിയേറ്റഡ് ഉള്ള QC എൻട്രി ചെയ്യുക, സേവ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് DCR. ഇതില് അന്നത്തെ വിസിറ്റേഴ്സിന്റെ പേര്, ഇൻസ്പെക്ഷൻസ്. ഇപ്പൊ നമ്മൾ റീബാറിന്റെ ഇൻസ്പെക്ഷൻ, റീബാർ കേജിനെ ഇൻസ്പെക്ഷൻ ചെയ്തു, അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. അതല്ല, നമ്മൾ അന്നൊരു NDT ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഇൻസ്പെക്ഷൻ നടത്തി എന്നുള്ള രീതിയിൽ എഴുതാം. ട്രയൽ മിക്സ് പ്രിപ്പയർ ചെയ്തു, ട്രയൽ മിക്സിന്റെ കാര്യം എഴുതാം. പിന്നെ ആക്സിഡൻസ്, ഇഞ്ചുറീസ് ഓർ അൺയൂഷ്വൽ ഇവന്റ്സ് എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. സോ ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് സൈറ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യണമെങ്കിൽ ഡെയിലി കൺസ്ട്രക്ഷൻ റിപ്പോർട്ടിന്റെ മന്ത്ലി വൈസ് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ആ മന്ത് വൈസ് പ്രിന്റിൽ എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നോ, ഡിസ്കഷൻസിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ ഡിലേയുടെ കാര്യം. ഇപ്പൊ ഡിലേ ഇല്ലെങ്കിൽ നോ ഡിലേ, ഡിലേ ഉണ്ടായെങ്കിൽ ആര് കാരണം. ഇപ്പൊ കോൺട്രാക്ടർ കാരണം പണിക്കാർ വരാൻ വൈകി, ഇപ്പൊ കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അവേഴ്സ് 2 മണിക്കൂറാണ് അവർ വൈകിയത്. ലേബർ റീച്ച്ഡ് സൈറ്റ് ലേറ്റ് എന്ന് എൻട്രി കൊടുക്കുക. അൺറിസോൾവ് ആയിട്ടുള്ള, അന്ന് റിസോൾവ് ചെയ്യാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതായത് എന്തെങ്കിലും ട്രയൽ മിക്സ് ടു ബി ഫൈനലൈസ്ഡ്. ഇനി എന്തെങ്കിലും വേറെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് എഴുതി സൈറ്റിൽ നിന്ന് മിനിമം 4 images നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതും അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു റിപ്പോർട്ട് സേവ് ആകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇങ്ങനെ സൈറ്റിൽ നിന്ന് ഓൾറെഡി ചെയ്ത റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അത് ലോഡ് ആവട്ടെ കേട്ടോ. സോ ഇതാണ് ഡെയിലി കൺസ്ട്രക്ഷൻ റിപ്പോർട്ട് വരുന്നത്. ഇത് തന്നെ നമുക്ക് കുറെ പ്രിന്റ് എടുക്കാം. നേരത്തെ പറഞ്ഞു ഒരു വീക്ക്ലി, മന്ത്ലി, ഇയർലി ഒക്കെ ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് DCR ഡേറ്റ് വൈസ് റിപ്പോർട്ട്. നേരത്തെ നമ്മൾ ഡിലേ എൻട്രി ചെയ്തില്ലേ, ഏറ്റവും ആദ്യം നമ്മൾ ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഡിലേ എൻട്രി ചെയ്തില്ലേ, അതിനുള്ള ഓപ്ഷൻ അത് പിന്നീട് റിപ്പോർട്ടായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലേ ഓർ ഏർലി റിപ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എംപ്ലോയീസ് ഇൻ പ്രൊജക്ട്, അതായത് ഒരു പ്രൊജക്റ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്. ടാസ്കിൽ ആരൊക്കെ അസൈൻഡ് ആണ്, ഒരു ടാസ്ക് ഉണ്ട്, ആ ടാസ്കിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ്. എംപ്ലോയി വൈസ് ഡീറ്റെയിൽസ്, ഓരോ എംപ്ലോയി എടുത്തിട്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ്. അങ്ങനെ കുറച്ചധികം റിപ്പോർട്ട്സ് കൂടെ ഉണ്ട്, എടുത്തു നോക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതേ ഉള്ളൂ. സെർച്ച് ബാറിൽ മിക്കതിന്റെയും സാമ്പിൾസ് കിടക്കുന്നുണ്ടാവും. പിന്നെ വരുന്നത് ഇൻവെന്ററി ആണ്. ഇൻവെന്ററി ഞാൻ നേരത്തെ പറഞ്ഞത് റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. റിസോഴ്സ് ഐറ്റംസിന്റെ കൺസെപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊക്വയർമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഇവിടെ ഡെയിലി കൺസ്ട്രക്ഷൻ റിപ്പോർട്ടിന് പ്രിന്റ് എടുത്തേക്കുവാണ്. ഇപ്പോൾ കമ്പനിയുടെ ലെറ്റർ ഹെഡ് ഒക്കെ വരും, അതിനൊപ്പം പ്രൊജക്ടിന്റെ പേര്, ഡേറ്റ്, റിപ്പോർട്ട് ആരാണ് പ്രിപ്പയർ ചെയ്തത്, വിസിറ്റേഴ്സിന് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ എൻട്രി ചെയ്ത അത്രയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പൊ അന്നത്തെ ദിവസം വിസിറ്റേഴ്സ് ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആയിരിക്കും. ആക്സിഡൻസോ ടെസ്റ്റ് ഇൻസ്പെക്ഷൻസോ ഇല്ലെങ്കിൽ അതും ബ്ലാങ്ക് ആയിരിക്കും. എന്തൊക്കെ വർക്ക് അന്ന് ഓൺഗോയിങ് ആയിരുന്നു അതിന്റെ പ്രോഗ്രസ്, അത് നമ്മൾ കൺസെപ്ഷൻ എൻട്രി ചെയ്യുന്ന അനുസരിച്ചാണ് പ്രോഗ്രസ് കാണിക്കുക. ഇതിൽ ഫിനിഷ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ അത് അതനുസരിച്ച് കാണിക്കും. ഇനി അൺറിസോൾവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ നമുക്ക് കണ്ടോ, ഡിലേ ബൈ 1 day ഡ്യൂ ടു ഹെവി റെയിൻഫോൾ എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇനി QC ക്വാളിറ്റി ഫോം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്തതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഇത് അന്ന് വർക്കും ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല, ഡിലേ മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. സോ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0% ആയിട്ട് മാറും. ഓക്കെ, ഈ ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കുക. ഇനി എംബുക്ക് ഡാറ്റ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എംബുക്കിന് എൻട്രി ചെയ്യില്ലേ, മെറ്റീരിയൽ ബുക്ക് എൻട്രി ചെയ്യുന്നത്
ഒരു സൈറ്റിൽ ഏതെങ്കിലും മെറ്റീരിയൽ ബുക്ക് റിപ്പോർട്ട് നോക്കണം. നിങ്ങൾക്ക് സൈറ്റിൽ കുറച്ച് റിസോഴ്സസ് അല്ലെങ്കിൽ ബാഗ് ഓഫ് സിമെന്റ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ കൺസംഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രം ആൻഡ് ടു ഡേറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ കൺസംഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് അധികം ബാക്കിലോട്ട് എടുത്തു. നിങ്ങൾക്ക് റിപ്പോർട്ടിൽ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി കണ്ടോടെ നെക്സ്റ്റ് അപ്പൊ ഡേറ്റ്, ലെങ്ത്, നമ്പർ, ലെങ്ത് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് കാണിക്കും. എന്ന് കൺസ്യൂം ചെയ്തു, എന്തോരം ക്വാണ്ടിറ്റി, ഏത് വർക്കാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിക്കും. സോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്തെങ്കിലും മെറ്റീരിയൽ മിസ്സായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഓവർ കൺസ്യൂം ചെയ്താലൊക്കെ എളുപ്പം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോ റിസോഴ്സ് കൺസപ്ഷൻ ഇൻഡെക്സ്. കഴിഞ്ഞ ദിവസം റിസോഴ്സ് കൺസപ്ഷൻ റിപ്പോർട്ട് എൻട്രി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ സെയിം റിപ്പോർട്ട് ഇപ്പൊ റിസോഴ്സ് എല്ലാ ദിവസവും ഡെയിലി എംബുക്ക് വഴി നിങ്ങൾ എൻട്രി ചെയ്യുന്നത് റിസോഴ്സ് കൺസപ്ഷൻ എൻട്രി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എംബുക്ക് പേജ് ഡാഷ്ബോർഡ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇൻവെന്ററിയുടെ അകത്ത് റിസോഴ്സ് കൺസപ്ഷൻ ആ സൈറ്റിൽ അന്ന് എന്തോരം മെറ്റീരിയൽ കൺസ്യൂം ചെയ്തെന്നുള്ള എൻട്രി ചെയ്താൽ തന്നെ മതി. ഓക്കെ, അത് സൈഡ് എഞ്ചിനീയറിന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ് ഓപ്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. നോർമലി നമുക്ക് ഓഫീസിലുള്ള എഞ്ചിനീയേഴ്സ് അത് ആക്ടിവേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണമെന്നില്ല. അങ്ങനെ റിസോഴ്സ് കൺസപ്ഷൻ എൻട്രി ചെയ്തതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ വീക്കിലി നമുക്ക് ചെക്ക് ചെയ്യാൻ, ഇപ്പൊ ഓൾറെഡി എത്ര റിസോഴ്സ് സൈറ്റിൽ അവൈലബിൾ ആണ്, എത്ര കൺസ്യൂം ചെയ്തു എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കാം. അതുപോലെ റിസോഴ്സ് കൺസപ്ഷൻ റിപ്പോർട്ടും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് അതിന്റെ ലെവല്, ഏതെങ്കിലും ടാസ്ക്, നമുക്ക് ഏത് രീതിയിലും ആ റിപ്പോർട്ട് എടുക്കാം. സെലക്ട് ചെയ്ത പ്രോജക്റ്റിന്റെ ആ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തോരം മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു എന്നുള്ള ഫുൾ റിപ്പോർട്ടാണ് ഈ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന സ്റ്റോക്ക് ട്രാൻസ്ഫർ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് നമുക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മെറ്റീരിയൽ ഏത് ദിവസം പോയി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം പീരീഡിൽ ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല, ആ ഒരു പർട്ടിക്കുലർ സ്റ്റോർ ലൊക്കേഷൻ ട്രാൻസ്ഫർ ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഇൻഫർമേഷൻ കാണിക്കുന്നുമില്ല. ഓക്കെ, ഇത് ഞാൻ സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ്. അതിൽ ഞാൻ കുറച്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആയി കാണുന്നത്. ലൊക്കേഷൻ ഏതാണ്, എന്ത് മെറ്റീരിയലാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്, അടുത്ത സൈറ്റ് ലൊക്കേഷൻ ഏതാണ്, അവിടെ നിന്ന് എത്രയാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ആയി കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പോർട്ട് എസ്റ്റിമേറ്റഡ് വേഴ്സസ് ആക്ച്വൽ കോസ്റ്റ് റിപ്പോർട്ട്. ഇതെല്ലാം ഈ ഇൻവെന്ററിയിലുള്ള റിപ്പോർട്ട്സ് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. എല്ലാം അല്ല, ഞാൻ ഇതിന്ന് മെയിൻ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ, എങ്ങനെ എടുക്കേണ്ടതെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാ കോമ്പിനേഷൻസ് ഇട്ട് നോക്കാം. ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാവുന്നതാണ്. ഡിസ്പ്ലേ ഓൾ ടാസ്ക് ഡീറ്റെയിൽ റിപ്പോർട്ട്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത റിപ്പോർട്ടും സൈറ്റിൽ കൺസ്യൂം ചെയ്തായിട്ടുള്ള ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ നിന്നും എന്തോരം കൂടുതൽ അല്ലെങ്കിൽ കുറവാണ് നമുക്ക് ആക്ച്വലി സൈറ്റിൽ ആവശ്യം വന്നതെന്ന് കാണാനാണ്. അപ്പൊ സൈറ്റിൽ ചിലപ്പോൾ ആൾക്കാർ അത് കൺസെപ്ഷൻ ടാലി ആക്കാനൊക്കെ നോക്കും, അതിന് കള്ളക്കണക്കൊക്കെ എഴുതും. അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും വെച്ചിട്ട്. നമുക്ക് വന്നതിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോന്നോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്ഷൻ എൻട്രി ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, അന്ന് നടന്ന വർക്കിന് കൂടുതൽ കൺസ്യൂം ചെയ്തെന്ന് ഒരിക്കലും നമുക്ക് റിപ്പോർട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ പർച്ചേസ് രജിസ്റ്റർ, ഒരു ടൈം പീരീഡിൽ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് രജിസ്റ്റർ ചെയ്യുന്നത്.
സപ്ലയറിന്റെ ബേസിസ് നമുക്ക് അത് സോർട്ട് ചെയ്യാം, സ്റ്റോർ ലൊക്കേഷന്റെ ബേസിസിൽ ചെയ്യാം, റിസോഴ്സിന്റെ ബേസിസിൽ നമുക്ക് സോർട്ട് ചെയ്ത റിപ്പോർട്ട് കാണാം. ഓക്കെ, നേരത്തെ പറഞ്ഞ എസ്റ്റിമേറ്റഡ് വേഴ്സസ് ആക്ച്വൽ കോസ്റ്റ് റിപ്പോർട്ടാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് എസ്റ്റിമേറ്റഡ് ആക്ച്വൽ മെൻ മെറ്റീരിയൽ എത്രയാണ്, അത് റിസോഴ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എൻട്രി ചെയ്ത് കൊടുത്താൽ മെൻ മെറ്റീരിയൽ മെഷീനറി എന്നുള്ള കാറ്റഗറി ആക്കി എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഡിവിഷൻ കാണുള്ളൂ. അല്ല നമ്മൾ അത് എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് എൻട്രി ചെയ്ത് കളഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അത് കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ കോസ്റ്റ് വേരിയൻസ്, ലാസ്റ്റ് ഷെഡ്യൂൾ വേരിയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിൽ ഈ റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് നോക്കുക. ഓരോ ട്രയൽ എൻട്രി ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കായിട്ടൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, അതിലെല്ലാ ട്രയൽ എൻട്രിയും ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രസന്റേഷൻ വരും. ഓക്കെ, അപ്പൊ അസൈൻമെന്റിൽ പറയുന്ന കാര്യങ്ങൾ മിനിമം ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എന്ത് വേണേലും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ERP കളിക്കാൻ തരുക, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊജക്ട് ഉണ്ടാക്കിയതിൽ കളിക്കാം. ഇഷ്ടമുള്ള പോലെ അത് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൽ വേറെ ആരുടെയും ഫയൽസ് ഡിലീറ്റ് ചെയ്യരുത്, അത് കമ്പൽസറി ആണ്. നിങ്ങളുടെ പ്രൊജക്ട്സ് മാത്രം നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇത് പർച്ചേസ് രജിസ്റ്റർ ആണ് ഈ കാണിക്കുന്നത്. ഏതൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ സ്റ്റോർ ലൊക്കേഷനിൽ നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളൊരു എൻട്രി ആണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോ ഏത് പ്രൊജക്റ്റിനെ വേണേലും കാണിക്കാം. നിങ്ങളുടെ പ്രൊജക്റ്റിന് സ്റ്റോർ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് കിട്ടുക. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ, ഒരു സ്റ്റോറിൽ എത്ര മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് സ്റ്റോക്ക് രജിസ്റ്റർ വരുന്നത്. അപ്പൊ തോപ്പുംപടിയില്ല സ്റ്റോറിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇൻ സ്റ്റോക്ക് നെഗറ്റീവ് കാണിക്കുന്നത്, അതായത് പർച്ചേസ് കാണിക്കാതെ റിസോഴ്സ് കൺസപ്ഷൻ കാണിച്ചിട്ടാണ് ഈ നെഗറ്റീവ് സ്റ്റോക്ക് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യാം. പിന്നെ കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്, ഇതെല്ലാം എടുത്ത് നോക്കുക. ഇനി HR സർട്ടിഫിക്കറ്റ്സിന്റെ സാമ്പിള്, ലീവ് ഡീറ്റെയിൽസിന്റെ സാമ്പിള് അങ്ങനെയുള്ള കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരുന്ന പേജിൽ ഇതെല്ലാത്തിന്റെയും ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ റിപ്പോർട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കാണിക്കും. എൻട്രി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ആ റിപ്പോർട്ട്സ് ഒന്നും കയറി വരത്തില്ല. ECR നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തന്നിരുന്നല്ലേ. റിപ്പോർട്ട്സ് ജനറൽ ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വൈവ ആണുള്ളത്. അത് നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈവ പോസ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ എൻട്രി ചെയ്യുന്നത് ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻസും ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ട്. അതായത് സൈറ്റ് എന്നൊരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരാള് ചെക്ക് ചെയ്ത് അതില് ഇപ്പോ പ്രൊജക്ട്സ് യൂഷ്വലി ടീം ലീഡ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇൻ ചാർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ AE ആയിരിക്കും. അത് കഴിഞ്ഞാൽ ടീം മേറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ടീം ലീഡ് ഇല്ലെങ്കിൽ ടീം ലീഡിന്റെ പോർഷനിൽ കാര്യങ്ങൾ നോക്കുക AE ആയിരിക്കും. AE ടീം ലീഡ് ഇല്ലെങ്കിൽ അവർ വേറൊരാളെ അതിന് ഓതറൈസ് ചെയ്തിട്ടായിരിക്കും ലീവ് എടുക്കേണ്ടത്. സൈറ്റിൽ നിന്ന് എന്ത് റിക്വസ്റ്റ് വന്നാലും അത് ആദ്യം AE ചെക്ക് ചെയ്ത് ടീം ലീഡ് വെരിഫൈ ചെയ്തിട്ടായിരിക്കും അപ്രൂവൽ കൊടുക്കുക. അതിപ്പോ റിക്വയർമെന്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് അതിന്റെ അപ്രൂവൽ വെക്കാം, പർച്ചേസിന് അപ്രൂവൽ വെക്കാം. ഇപ്പൊ കൊട്ടേഷൻസ് വന്നു, അതിൽ ഏത് കൊട്ടേഷൻ എടുക്കുന്നു എന്ന് കൺഫർമേഷനുള്ള അപ്രൂവൽ കൊടുക്കാം. എൻട്രി ചെയ്തു, എൻട്രി ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അപ്രൂവൽ വരും. അങ്ങനെ ഇഷ്ടമുള്ള അത്രയും അപ്രൂവൽസ് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ERP എന്ന് പറയുന്നത് ഓരോ കമ്പനീസിനും ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.